നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ ബിരിയാണിയാണ്. ഒട്ടും മട്ടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ മസാലകളൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഞാൻ സാധാരണ ബിരിയാണിക്കൊക്കെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് വെളുത്തുള്ളി നന്നാക്കുന്നതെന്നും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർക്കും വിരുന്നുകാർക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ മീൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ തന്നെ വേണമെന്നില്ല, നമുക്ക് മോദ, കേര പോലെയുള്ള നമ്മൾ അച്ചാറൊക്കെ ഇടാൻ എടുക്കുന്ന മീൻ എന്തായാലും മതിയാകും. ഫ്രൈ ചെയ്ത് കഴിയുമ്പം മിക്ക മീനും ഒരുവിധം മുറുക്കം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഏത് മീൻ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ ഏതാണ്ട് 800 ഗ്രാമിനടുത്ത് നെയ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് ഉപ്പും കായം തേച്ച് വയ്ക്കണം, നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യാറുള്ളത് പോലെ. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ എരിവുള്ള ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മീനെല്ലാം ഓരോന്നോരോന്നായി ഈ പൊടിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഈ മുളക് പൊടിയിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ അംശം മീനിലുള്ളത് കൊണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇതുപോലെ ഒന്ന് കാണിക്കുമ്പോൾ തന്നെ പൊടിയെല്ലാം മീനിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളമോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ഈ പൊടിയിൽ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിൽ ഇതുപോലെ തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ശരിക്കും പിടിച്ചിരിക്കില്ല. ഇതാകുമ്പം നന്നായിട്ട് മിക്സ് മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ എല്ലാ മീനും ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് ചോറ് വയ്ക്കാനുള്ള അരി ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 കിലോയോളം കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു പാത്രത്തിൽ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളവും നമ്മൾ ആ പാത്രത്തിലാണ് അളന്നെടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുതിരാൻ വയ്ക്കാം. ചെറിയ അരി ആയതുകൊണ്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാകും. ഇനി ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സവാള ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇതിലേക്ക് ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാല അധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 സവാളയും കൂടി കൂടുതലെടുക്കാം. സവാള നീളത്തിൽ തിന്നായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് എളുപ്പത്തിന് ചോപ്പറിലാണ് ഇത് ക്രഷ് ചെയ്തെടുത്തത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. ഞാനിവിടെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 2 ബൾബ് വെളുത്തുള്ളി എടുത്തത്. വെളുത്തുള്ളിയുടെ ഞെട്ട് ഭാഗവും അടിഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ചോപ്പറിലേക്കോ ഇട്ട് കൊടുക്കാം. എനിക്ക് ബിരിയാണി വയ്ക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടായ പണി വെളുത്തുള്ളി നന്നാക്കലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയാണ് കേട്ടോ നന്നാക്കാറ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, മിക്സിയുടെ ജാറിലിട്ട് നന്നാക്കുന്ന ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ എപ്പോഴും ഇപ്പോൾ ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ആണ് ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നാക്കി കിട്ടും. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ തോലൊന്നും അങ്ങനെ അങ്ങോട്ട് അരിഞ്ഞൊന്നും പോകുന്നില്ല. ഇനി 1-2 തോൽ അരിഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചില റെസിപ്പീസിലെല്ലാം തോലോടുകൂടി വെളുത്തുള്ളി ഇടാറുണ്ടല്ലോ. അതുപോലെ എല്ലാ തോലും ഇതിൻ്റെ ഇങ്ങനെ ഉലിഞ്ഞു പോന്നിട്ടുണ്ട്. എളുപ്പത്തിൽ ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ഇതിലേക്ക് തന്നെ കട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 1-2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള കുറച്ച് വാടി വന്നിട്ടുണ്ട്. നമ്മൾ സവാളയിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് കുഴഞ്ഞു പോകും ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഈ ഒരു ചോപ്പറിൽ വെച്ചിട്ട് തന്നെയാണ് സവാളയെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിട്ട് ചേർത്താൽ ഇതൊന്ന് കുഴഞ്ഞ പോലെ ആയിപ്പോവും, പെട്ടെന്ന് വാടി കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഏതാണ്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഫ്രൈ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മീനെല്ലാം ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുമ്പം ഒരുപാട് അങ്ങോട്ടും മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വന്നാൽ മതിയാകും. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ മസാല ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു പോട്ടിലേക്ക് നമ്മൾ അരി അളന്നെടുത്തില്ലേ, ആ പാത്രത്തിൽ 1.25 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമ്മളിത് ദം ചെയ്തല്ല വയ്ക്കുന്നത്. നിങ്ങൾ ദം ചെയ്താൽ വെക്കുന്നതെങ്കിൽ 1.5 പാത്രം വെള്ളം മതിയാകുമേ.
അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് ഒരു ഭാഗം കുറച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് മൊരിയേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തന്നെ നമ്മളിത് ഒട്ടും ഉടയാതെ നമുക്ക് കിട്ടേണ്ടതാണ്. കുറച്ച് നൈസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്, അപ്പം പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഉടയാതിരിക്കാൻ വേണ്ടി അല്പം ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇതാ നമ്മുടെ സവാള, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോപ്പറിലിട്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, കറിയാമ്പൂ, ഏലക്ക, ബേ ലീഫ്, പെരിഞ്ചീരകം, തക്കോലം, കുരുമുളക് ഇവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിലാകെ 1 ടീസ്പൂൺ നെയ്യ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് ആ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ച അരി ഇതിനകത്തേക്ക് മൊത്തം വെള്ളം ഊറ്റിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം വയ്ക്കാനായിട്ട്. വെള്ളം ഒരുവിധം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് തുറന്ന് നോക്കിയാൽ മതി. നമ്മുടെ മീനും 2 പുറവും ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. പിന്നെ ഒരുപാട് റൈസ് റെസിപ്പീസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മന്തി ആയിട്ടും ബിരിയാണി ആയിട്ടൊക്കെ. അപ്പോൾ ഇത് നിങ്ങളെല്ലാം കണ്ടു നോക്കിയിട്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മസാല ഇതിനിടയ്ക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്, ഇടയ്ക്കൊന്ന് വഴറ്റിയിട്ടുണ്ട്, ഒരുവിധം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ റൈസിൻ്റെ വെള്ളമൊക്കെ ഒരുവിധം തന്നെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിട്ട് തുറന്ന് ഇളക്കി നോക്കിയാൽ മതി. അപ്പോൾ മസാലയിലേക്ക് കുറച്ചധികം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുതിനയിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മൾ ഒരു പിടിയാണ് ഇടുന്നതെങ്കിൽ പുതിനയില അതിൻ്റെ പകുതി ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇത് 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ മസാലയിൽ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിനിടയിൽ നമ്മളുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേന്. എന്നിട്ട് ഒരു നാരങ്ങയുടെ പകുതി കുരുവെല്ലാം കളഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മൾ ദം ചെയ്യുന്നില്ല. ദം ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ചേർത്താൽ നല്ലതായിരിക്കും. കാരണം കുറച്ച് ലൂസായിട്ട്, ഈ ഗ്രേവി കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് തൈര് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ദമ്മൊന്നും ചെയ്യാത്ത കാരണം തൈരൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് നിരത്തി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ മീനൊക്കെ ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കാം. മീൻ വെച്ചിട്ട് നമുക്ക് ഇളക്കി മറിച്ച് മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്ന് അനക്കാതെ ഇതുപോലെ വെച്ചതിന് ശേഷം ആ മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് മൂടി ഒരു 5 മിനിറ്റ് വയ്ക്കാം. എന്നാൽ ഈ മീനിൻ്റെ മസാല ടേസ്റ്റൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടിയാണ്, ഈ മസാലയിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു മൂടി വയ്ക്കുന്നത്. ഈ മസാലയുടെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ്. അപ്പോൾ ഇതുപോലെ ഇനി നിങ്ങൾ മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പം ഇതുപോലെ തന്നെ ഒന്ന് മസാല റെഡിയാക്കി നോക്കണേ. അപ്പോൾ ഇതാ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്താൽ മതി. അപ്പം ഈ മസാലയിൽ നിന്ന് അല്പം എടുത്തിട്ട് നമ്മുടെ റൈസിലേക്ക് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ വിളമ്പുമ്പം ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്കാണ് വിളമ്പുന്നതെങ്കിൽ അത്രയും മാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വിളമ്പാം. അപ്പോൾ വൈറ്റ് റൈസും ഈ ഒരു യെല്ലോ റൈസും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇരിക്കാനായിട്ട്. വല്ലാണ്ട് അങ്ങോട്ട് കുഴഞ്ഞിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് റൈസ് ഉണ്ടാവുന്നത് ഒരു ഭംഗിയായിരിക്കും ബിരിയാണിക്ക്. അപ്പം എല്ലായിട്ടും ഇങ്ങനെ കുഴച്ച് മറിക്കാണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വിളമ്പി തുടങ്ങാം. അപ്പോൾ പ്ലേറ്റിൽ ആദ്യം മസാല വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് നല്ല ചൂടോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഇരിക്കുന്നത്. എന്നാലും വിട്ടുവിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അങ്ങനെ കട്ടിയൊന്നും പിടിച്ചിട്ടില്ല. അല്പം ഒന്ന് ചൂട് കുറയുമ്പോഴത്തേക്കും ഒന്നും കൂടി നന്നായിട്ട് വിട്ടുവിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രൈഡ് ഓണിയനും നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം.
നമ്മൾ റൈസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തതാണ്. എന്നിട്ടും അല്പം ഒന്ന് ചൂട് പോയപ്പോഴത്തേക്കും ഇതുപോലെ വിട്ട് തന്നെ നമ്മുടെ റൈസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് വേറൊരു പ്ലേറ്റിലേക്ക് ഞാനിത് വിളമ്പിയത്. എൻ്റെ മുകളിൽ കുറച്ച് ഫിഷ് മസാല വെച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൈഡ് അണിയനും നട്ട്സൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. താങ്ക്